ഈ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ ഓണാഘോഷമാണ്. അപ്പോൾ അതിനെ അങ്ങേയറ്റം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഈ വർഷം ഭംഗിയായിട്ടുണ്ട്. അടുത്ത വർഷം ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ നടത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം കഴിഞ്ഞ ഒരാഴ്ചക്കാലം തീർത്തത് ഒരു ഉത്സവ അന്തരീക്ഷമായിരുന്നു തലസ്ഥാനത്ത്. അതിന്റെ സമാപനമാണ് ഇന്ന്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്. മന്ത്രി മീഡിയനൊപ്പം ചേരുകയാണ്. മന്ത്രിയുടെ ഓണക്കാലം എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു കേട്ടോ. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു റീലൊക്കെ ഇറക്കിയായിരുന്നു. അത് എല്ലാ ആളുകളും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണാഘോഷത്തിന് സമാപനമാവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം വിപുലമായി ആഘോഷിച്ചത്? സമാപനം എങ്ങനെയൊക്കെയാണ്? ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്രയുടെ ആരംഭം കുറിക്കും. ഏകദേശം 59 ഫ്ലോട്ടുകളും 91 കലാരൂപങ്ങളും ഇതിൽ അണിനിരക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യാസം ഉള്ളത് ഈ ആശയങ്ങളും അതുപോലെ ഫ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ തന്നെ ഞങ്ങൾ ഇടപെട്ടിരുന്നു. ഒരു കുറ്റമറ്റതായും അതേപോലെ തന്നെ നിലവാരമുള്ള ഫ്ലോട്ടുകളാക്കി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ഇടപെട്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഏതാണ്ട് 33 വേദികളിൽ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു, കലാപരിപാടികളുണ്ടായിരുന്നു. 10 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ വന്നു പോയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നും അത്രയും ആൾക്കാർ തന്നെ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി എത്തിച്ചേരും. 5000 പേർക്ക് ഇരുന്ന് കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത്രേ കഴിയുള്ളൂ ഈ കസേര ഇടുന്നതിന് വേണ്ടി. മുഖ്യമന്ത്രിയും ഗവർണറും അടക്കമുള്ള ആൾക്കാർ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള VIP പവലിയനുണ്ട് നമ്മുടെ ഫൈൻ ആർട്സ് കോളേജിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള. അപ്പോൾ ജനങ്ങൾ മുഴുവൻ സഹകരിക്കുക. ഇത് ഗവൺമെന്റിന് ജനങ്ങൾ നൽകിയ ഒരു പിന്തുണയായിട്ടും കൂടി കാണുകയാണ്. കാരണം ഒരു പരാതിയില്ല, ഒരു പരിഭവവുമില്ല. സാധാരണ പരാതിയും പരിഭവവും കണ്ടുപിടിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും അങ്ങനെ അതിലിടപെടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാവരും കുടുംബത്തോടെ തന്നെ കാണാൻ വന്നു എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സർക്കാരിന് എല്ലാ ക്രെഡിറ്റും എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഓണാഘോഷം വിപുലമായിട്ട് തന്നെ സംഘടിപ്പിച്ചു, നല്ല ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് സമൂഹ മാധ്യമങ്ങളടക്കം വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി പൊളി വൈവാണ്, അടിപൊളിയാണ് എന്നുള്ള കമന്റുകൾ കൂടി വരുന്നുണ്ട് ഈ ഓണക്കാലത്ത്. പ്രത്യേകിച്ച് ഈ പറയുന്ന റീലൊക്കെ ഇറക്കിയതിലടക്കം. എങ്ങനെയുണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓണാഘോഷമൊക്കെ? അല്ല, ഞങ്ങൾ കൂട്ടായാണല്ലോ. ടൂറിസം മന്ത്രി, ഞാൻ, GRNL, MLA മാര്, ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കൂടെ കൂട്ടായി നടത്തിയ വലിയ പരിശ്രമം തന്നെയാണ് നമുക്കത് അൻപിച്ച വിജയമാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടി പറ്റില്ല. മാധ്യമങ്ങളുടെ വലിയ സഹായമുണ്ട്. കാരണം അവർ ഇപ്രാവശ്യം നല്ല പ്രചരണം കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി. എന്തായാലും എല്ലാവരും വരിക. പിന്നെ കസേര കിട്ടിയില്ലെങ്കിൽ പരിഭവം പറയല്. കാരണം 5000 കസേര ഇടാമെന്ന് പറഞ്ഞുള്ളൂ. പാസ്സുണ്ട്, എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെന്നും പറയല്. നേരത്തെ വന്നാൽ ഇരുന്ന് നമുക്ക് 2 മണിക്കൂർ നേരം ഉണ്ടാവും, കാണാം. അതിന് തിരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓരോ വർഷത്തെയും ഓണം വാരാഘോഷത്തിന്റെ സമാപനം എന്ന് പറയുന്നത് അത്രമാത്രം കളർഫുള്ളാണ്. ഇത്തവണ പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കുറേയധികം ജനപങ്കാളിത്തം തുടക്കം മുതൽ ഇന്നലെ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഘോഷയാത്ര നടക്കുമ്പോൾ ഘോഷയാത്ര കാണാൻ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരാതി പരിഭവമൊക്കെ പറയുക സ്വാഭാവികമാണ്, സീറ്റ് കിട്ടിയില്ല, അങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് നമുക്ക് ഏറ്റവും സുന്ദരമായിട്ട് ആളുകൾ കാണാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ രാജഭവൻ മുതൽ അല്ലെങ്കിൽ മാനവീയ വീതി മുതൽ കിഴക്കേക്കോട്ട വരെ 2 സൈഡിൽ നിന്ന് കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം പോലീസിന്റെ ശ്രദ്ധയുണ്ടാവും. പിന്നെ നമ്മുടെ പാളയത്തിന് ചുറ്റും 5000-ഓളം വരുന്ന കസേര സ്ഥാപിച്ചിട്ടുണ്ട്. അവർക്ക് ഇരുന്ന് കാണാൻ വേണ്ടി കഴിയും. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും. അത്യാവശ്യം ഇരുന്ന് കാണേണ്ടവരാണെന്ന് തോന്നുന്ന ആൾക്കാർ അതിലത്തേക്ക് ഒരു സൗകര്യം കൊടുക്കുക. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർ ഉണ്ടാവും, ചിലപ്പോൾ പിന്നെ പ്രായം ചെന്നവരുണ്ടാവും. അവർക്കൊക്കെ കസേര കൊടുക്കുക. ചെറുപ്പക്കാരും അതുപോലെ അത്യാവശ്യം ആരോഗ്യമുള്ളവരെല്ലാം നിന്ന് കാണുക. ഇതിപ്പോൾ ആഘോഷങ്ങൾ എന്തുവായാലും എല്ലാവരും അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും അങ്ങേയറ്റം അത് ആഘോഷിക്കുകയും ചെയ്യും. നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിന് അവസാനം ഉപചാരം ചൊല്ലി പിരിയുന്നത് പോലെയാണ് ഇനിയുള്ള അടുത്ത ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്തെ അവസാനത്തെ ഓണാഘോഷമാണ്. അപ്പോൾ അതിനെ അങ്ങേയറ്റം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഈ വർഷം ഭംഗിയായിട്ടുണ്ട്. അടുത്ത വർഷം ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ നടത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്കും മന്ത്രിക്കൊപ്പം നിൽക്കാം. എന്തായാലും വലിയ വിപുലമായിട്ടുള്ള ആഘോഷം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇക്കുറി സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം അല്ലെങ്കിൽ ഈ പറയുന്ന സമാപന ഘോഷയാത്രയിലടക്കം എല്ലാ ആളുകളുടെയും വരുന്ന ആളുകളെ എല്ലാം പങ്കാളിത്തം ഉറപ്പാക്കും. 5000 പേർക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയുള്ള ക്രമീകരണമുണ്ട്. അങ്ങനെ ഇരുന്ന് കാണാൻ കഴിയാത്തവർ പരാതിയും പരിഭവവും ഒന്നും പറയരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ണി പാലാഴിക്കൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.